ഈ മഴക്കാലം വരുന്ന സമയത്തൊക്കെ ചാനലുകാർ മുഴുവനും മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ചർച്ച നടത്തുകയാണ്. എത്ര ആളുകൾ മരിക്കും, ഏതൊക്കെ ജില്ലകൾ വെള്ളത്തിലാകും, ദുരന്തങ്ങൾ ഏതൊക്കെ വഴിയാണ് വെള്ളം വരുന്നത്, ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, നമുക്ക് ചർച്ച ചെയ്യേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ ഇതിലൂടെ ഉണ്ടാകുന്ന വലിയ ഒരു ബുദ്ധിമുട്ട്, ഇത് പൊട്ടാതെ തന്നെ ജനങ്ങൾ നേരിടുന്ന, പ്രത്യേകിച്ച് ഈ ഡാമുകൾക്ക് സമീപം താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഇതൊരു ഫോബിയ ആയിട്ട് മാറും. മുല്ലപ്പെരിയാർ ഫോബിയ. പൊട്ടിക്കഴിഞ്ഞാൽ ഓക്കെ, മരണം സംഭവിച്ചു, മരിക്കാനുള്ളവർ മരിക്കും. പക്ഷേ അതൊരു വിഷയമല്ല എന്നല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഇത് ഓരോ വർഷവും ഇതിങ്ങനെ കേൾക്കുമ്പോൾ ആ ഡാമുകൾക്ക് സമീപത്ത് താമസിക്കുന്ന നമ്മുടെ സഹോദരന്മാർക്ക് നേരിടുന്ന മാനസിക പ്രയാസം, അതും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. അവരൊക്കെ നമ്മുടെ സഹോദരന്മാരാണ്. അവർ അവിടെ ജനിച്ചു എന്നതുകൊണ്ടോ അവർ താമസിക്കുന്നു എന്നതുകൊണ്ടോ അത് അവരുടെ തെറ്റല്ല. അവിടെ ജോലി ചെയ്യുന്ന, അവിടെ താമസിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ ആളുകൾ നേരിടുന്ന മാനസിക പ്രയാസം അത് വലുതാണ്. ഒരുപക്ഷെ പണക്കാരായ ആളുകളൊക്കെ ഈ ഒരു സമയത്ത് അവിടെ നിന്ന് മാറി താമസിക്കും എന്ന് നമ്മൾ കരുതട്ടെ. പക്ഷേ ഈ സാധാരണക്കാരായ ആളുകൾ എങ്ങോട്ട് പോകും? അവരുടെ വീടും സ്ഥലവും ഒക്കെ അവിടെ ഒഴിച്ചിട്ടിട്ട് അവർക്ക് ചിലപ്പോൾ പോകാനുള്ള സാമ്പത്തിക ശേഷി അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം അവർക്കുണ്ടായി എന്ന് വരില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഈ ആളുകൾ നേരിടുന്ന മാനസിക പ്രയാസം ഒരു വലിയൊരു വെല്ലുവിളി, ഇതൊക്കെ വലിയ ഒരു ഡിപ്രഷനിലേക്ക് തന്നെ അവരെ കൊണ്ട് ചെന്നെത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ബോധവാന്മാരാകണം. മലയാളികൾ പ്രബുദ്ധരാണ്, മലയാളികൾക്ക് വിവരമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇതിങ്ങനെ വീണ്ടും വീണ്ടും ചർച്ച ചെയ്യുമ്പോൾ മരിക്കുന്നതിന് തുല്യമാണിത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ശരിക്കും ഒരു രാത്രി ഈ പാവങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുമോ? കാരണം ഇവർ പറയുന്നതൊക്കെ ആ രൂപത്തിലാണ്. ഇപ്പം പൊട്ടും, നാളെ പൊട്ടും, 100 ദിവസം കഴിഞ്ഞാൽ പൊട്ടും, 2024 പൊട്ടും. ഇതൊക്കെ കേൾക്കുമ്പോൾ അവിടെയുള്ള ആളുകൾ എങ്ങനെ ഒന്ന് മനസ്സമാധാനത്തോടു കൂടെ കിടന്നുറങ്ങും? ആ രാത്രി പൊട്ടുമോ എന്നുള്ള പേടിയും ബേജാറോടും കൂടി അവർക്ക് ശരിക്കൊന്ന് ഉറങ്ങാൻ കഴിയുമോ? ശരിക്കും അവർക്ക് ജീവിക്കാൻ കഴിയുമോ? ഒന്നിനും അവർക്ക് കഴിയില്ല. കാരണം ഇത് സെക്കൻഡുകൾ കൊണ്ടായിരിക്കും ഇത് മുഴുവനും നശിക്കുന്നത്, ഈ ദുരന്തം സംഭവിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ട് ആ പാവങ്ങളെ നിങ്ങൾ മാനസികമായിട്ട് തളർത്തരുത്. അതിനും ഭേദം ഇതങ്ങോട്ട് വന്ന് പൊട്ടിത്തെറിച്ച് മരിക്കാൻ ഏതായാലും അവർ മരിക്കുന്നതിൽ നമുക്ക് പ്രശ്നമില്ല എന്നല്ല. പക്ഷെ മരിക്കുന്നതിനേക്കാൾ ഒരു വലിയ മാനസിക പ്രയാസം നേരിടുക എന്നതാണ്. ഇത് ചിന്തിച്ചുകൊണ്ട്, ഇത് പൊട്ടിയാലുള്ള അപകടത്തെ ചിന്തിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുന്നത്, അതൊരു മാനസിക വിഷമത്തോടു കൂടി അവിടെ ജീവിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. ഒരാളെ ഒറ്റയടിക്ക് കൊല്ലുന്നതും മറിച്ച് അയാളെ അല്പാൽപമായി കൊല്ലുന്നതും തമ്മിൽ നോക്കുമ്പോൾ അല്പാൽപമായി ഒരാളെ കൊല്ലുന്നതാണ് ഏറ്റവും വലിയ ക്രൂരത. അപ്പോൾ നമ്മൾ ആ നാടിനോട് ചെയ്യുന്ന, ആ നാട്ടുകാരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരെ വിഷമിപ്പിക്കുക എന്ന് പറയുന്നത്. ചാനലുകാർ തൽക്കാലം ഈ ചർച്ചയൊന്ന് അവസാനിപ്പിച്ചിട്ട് എത്രയും പെട്ടെന്ന് പരിഹാരം കാണാനുള്ള ഒരു മാർഗം അന്വേഷിക്കണം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ നമ്മുടെ കേരള ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്നതല്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സുപ്രീം കോടതിയിലെ കേസ് നിലനിൽക്കുന്ന കാര്യമാണ്. നമ്മുടെ കേരളവും തമിഴ്നാടും തമ്മിലുള്ള ഒരു കരാർ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു ബഹുജന പ്രക്ഷോഭം തന്നെ ഇതിനാവശ്യമാണ്. ഇത് കേന്ദ്ര സർക്കാർ ഇതിൽ ഇടപെട്ടെങ്കിലേ കാര്യങ്ങൾക്ക് തീരുമാനമാകുള്ളൂ. കുറേ വാരി വലിച്ച് ചർച്ച ചെയ്തുകൊണ്ട് നമ്മുടെ ചാനലിന് റേറ്റിംഗ് കിട്ടും എന്നല്ലാതെ, ആ പാവങ്ങൾ അവിടെ വിഷമിക്കും എന്നതല്ലാതെ ഇതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല.